ഗോപാല തമ്പി അല്ലേ? തറവാടിന്റെ മന്ത്രസിദ്ധി അടിയൻ കാരണം നച്ചു തിരുമേനി. അടിയനെ രക്ഷിക്കണം. കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അടിയനെ ശിഷ്യനെ സ്വീകരിച്ച് മന്ത്രോപദേശം തരാൻ ദയവുണ്ടാവണം. ഒരിക്കൽ മന്ത്രസിദ്ധി നഷ്ടപ്പെട്ട മാന്ത്രികൻ അടങ്ങിയിരിക്കുക ശുഭം. ചിത്തം ശുദ്ധാക്കി ദേവിയെ പ്രാർത്ഥിക്കൂ. പ്രതിഫലേച്ഛയില്ലാണ്ട് പ്രാർത്ഥിച്ചാലേ ഫലമുള്ളൂന്ന് ധരിച്ചോളൂ. അഗ്നിയെ ജലത്തിലിട്ടാൽ ജലം കത്തൂല. നേരാമണ്ണം ഉപയോഗിച്ചാലോ ജലത്തെ ചൂടുപിടിപ്പിക്കാനും വറ്റിക്കാനും കഴിയും. ഇത് മറക്കാണ്ടിരിക്കും. ഇപ്പൊ പോയിക്കോ. പക്ഷേ വലിയ താമസമില്ലാതെ നീ എന്നെ തേടി വരും. അങ്ങനെ ആരാ അത്? അടിയനാ ഗോപാലൻ. ആരില്ലെന്ന് ഗോപാലനറിയാം. ഞാൻ വെളുപ്പിനെ ഒരു വഴി വരെ പോവുക. വരാൻ വൈകിയേക്കും. ഗോപാലൻ ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവാം. നീ എന്തിനായിപ്പോ ഇങ്ങോട്ട് വന്നത്? പെരട്ടാട് മനുഷ്യ, ഞാൻ വെറുതെ വന്നതാ. തമ്പിയൊന്നും ഇനിയും വന്നില്ലേ? ഇല്ല, എന്നെ കാവലാക്കിട്ട് രാവിലെ പോയതാ. വരാൻ വൈകുമെന്നാ പറഞ്ഞത്. ഹായ്. നല്ല തെളിഞ്ഞ വെള്ളം. ഞാനൊന്ന് കുളിക്കട്ടെ. മുണ്ടും തുണിയും നനച്ചു വെച്ചത് കാണാനില്ല. എനിക്ക് പേടിയാവുന്നു. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാനോ മനുഷ്യനെ? മുണ്ടും കൊണ്ട് പോ. എഴുന്നേക്കടാ. ദൈവം കൈവിട്ടപ്പോ പിശാചിനെ തേടി പുറപ്പെട്ടു അല്ലേ? അന്ന് വന്നിരുന്നെങ്കിൽ 3 മനുഷ്യജീവികൾ മരിക്കില്ലായിരുന്നു. അകത്തേക്ക് വാടാ. ഞാൻ ആരെന്ന് ഇപ്പോഴും നിനക്കറിയില്ല. പുത്തൂർ തറവാട്ടിന് മന്ത്രസിദ്ധി ലഭിച്ച കഥയറിയോ നിനക്ക്? ചിറക്കൽ കോവിലകത്തെ മങ്കുമ്മയിൽ നിന്ന്. എന്റെ ഒരു മങ്കമ്മൂമ്മ മങ്കത്തമ്പുരാട്ടിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അപകടത്തിൽ മരിച്ച ഞങ്ങളുടെ വല്യമ്മാവൻ കേളുനായരിൽ നിന്നാടാ നിന്റെ അമ്മൂമ്മയ്ക്ക് മാന്ത്രിക ഗ്രന്ഥങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ തറവാട്ടിൽ അവശേഷിച്ചത് കുറെ ദുർമന്ത്രവാദ ഗ്രന്ഥങ്ങളായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് മരിച്ചു വീണ് കേളുമ്മാവന്റെ ഘാതകരെ നശിപ്പിക്കാനായിട്ടാ ഞങ്ങളുടെ തറവാട്ടിൽ ദുർമന്ത്രവാദം തുടങ്ങിയത്. കേളുമ്മാവന്റെ 5ാം തലമുറയിലെ അവസാനത്തെ അംഗമാണ് ഞാൻ. എന്റെ പേര് കുഞ്ഞമ്മ. എന്റെ കാലം അവസാനിക്കാറായപ്പോ എനിക്ക് ഈ നാട്ടിലേക്ക് വരണമെന്ന് തോന്നി. എന്റെ ഭാഗ്യം. ചിലപ്പോ
ദോഷവുമാകാം. ഒരു ദുർമന്ത്രവാദിയുടെ ശിഷ്യനാകാൻ നീ തയ്യാറാണോ? അതെ, ശത്രു സംഹാരമാണ് എന്റെ ലക്ഷ്യം. ആ ശരി, എഴുന്നേൽക്ക്. നിന്റെ വീട്ടിലും ചില സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നു. പോവാനും വയ്യ, നിൽക്കാനും വയ്യ. എനിക്കങ്ങനെ നിൽക്കാനും വയ്യ, പോവാനും വയ്യ. അവിടെ പിന്നെ സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. വരൂ. ഒറ്റപ്പാടൊന്നും ഉണ്ടാകണ്ട. ഞാൻ അന്യനല്ല, വേണുനായരുടെ തറവാട്ടിന്ന. പണ്ട് ഞങ്ങളുടെ സന്മന്ത്രവാദ സിദ്ധിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അതൊക്കെ നഷ്ടമായില്ലേ? കൈവശം ബാക്കിയുള്ളതും കൊണ്ടാ ഞാൻ വന്നിട്ടുള്ളത്. മരിക്കും മുമ്പ് അതും തന്നേക്കാം. കഥക് തുറക്കില്ലാന്നുണ്ടോ? ഞാൻ തന്നെ തുറന്നോളാം. കുമാരനെ വിട്ടുപോവാൻ ഭാവമില്ലേ? എന്നെ ഉപദ്രവിക്കരുതേ, ഞാൻ പൊയ്ക്കോളാം. അത് വേണ്ട. നിന്നെ ഞാൻ ഈ തറവാട്ടിൽ നയിക്കില്ല. പടിഞ്ഞാറ് വശത്തെ പാലമരത്തിലേക്ക് വന്നോളൂ. കുമാര, ഒരു കരിങ്കൽ കഷ്ണം കൊണ്ടുവരൂ. എന്റെ ഇഷ്ടക്കാരി കല്ലിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. ഇവിടെ തന്നെ സ്ഥാപിക്കാം. എന്താ? ശരി.
തെറ്റ് നമുക്ക് പറ്റിയതല്ല. തുളസി ചെടിയിലെ നശിപ്പിക്കൂ. വേണുനായരപ്പൂപ്പന്റെ തറവാട്ടിൽപ്പെട്ട ആളാ പോലും. വലിയ ദുർമന്ത്രവാദിയാത്രേ. തുളസിച്ചെടികളൊക്കെ നശിപ്പിച്ചു എന്നാ കേൾക്കുന്നത്. പുരയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഗരുഡ വിഗ്രഹവും ഇപ്പൊ ഇല്ലാത്രേ. എല്ലാം ഒരുക്കിയോ കുമാര? അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. മന്ത്രമണ്ഡപത്തിന് തെക്ക് ഭാഗത്തായി കുഴിയും തയ്യാറാക്കിയോ? എഴുന്നേൽക്കു കുട്ടി. പോത്തിൻ തുകലാണ്, അതിന്മേലിരിക്കൂ. എന്റെ ശിഷ്യനാകുന്നു നീ. പുനർജന്മമെടുക്കുകയാണ്. നമ്മുടെ ഉപാസനാമൂർത്തി വാർത്താളിയാണ്. മറ്റൊരു മൂർത്തിയെ നീ വണങ്ങരുത്. ഒരു കാര്യം ശ്രദ്ധിക്കണം. കൃഷ്ണപ്പരന്തിനെ വന്നിക്കുകയോ നിന്നിക്കുകയോ അരുത്. ഒരു കാരണവശാലും നിന്റെ തറവാട്ട് കൊട്ടാരത്തിൽ നീ പ്രവേശിക്കരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. പണ്ട് നിന്റെ മങ്കുവമ്മൂമ്മയ്ക്ക് കിട്ടിയതിന്റെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളാ. വാങ്ങിക്കോളൂ. എല്ലാം ശ്രദ്ധയോടെ പഠിച്ചിട്ടേ പ്രയോഗങ്ങൾ നടത്താവൂ. മൂലമന്ത്രം ഞാൻ ചൊല്ലുന്നത് ഗ്രന്ഥം നോക്കി ചൊല്ലിക്കോളൂ. ശാവാസനീ സംസ്ഥിത പരിരാജമാന ഹൃദയാം ലീലാസ്മ സദ്രൂജിഷം മുസലം ഹലാഭയവരാൻ സംവിപ്രതീം സൽക്കുജാം വാർത്താലീം വരുണാംബരാം ഹൃമേനാം വന്ദേ വരാഹാനനാം വന്ദേ വരാഹാനനാം. ചിറക്കൽ രാജവംശത്തിന്റെയും എന്റെ തറവാട്ടിന്റെയും രക്തം മലിഞ്ഞു ചേർന്ന മണ്ണ്. ഇതിൽ ലയിച്ചു ചേരണമെന്നാണ് വിധി. എന്റെ അവസാനത്തെ അത്താഴവും കഴിഞ്ഞു. കുമാര, ഈ മാന്ത്രിക വടി നിന്നെ ഏൽപ്പിക്കുന്ന മാത്രയിൽ ഞാൻ മരിച്ചു വീഴും. തെക്കേ കുഴിയിൽ ചന്ദനമുട്ടികൾ കൊണ്ടെന്ന് ദഹിപ്പിക്കണം. അയ്യോ, മാന്ത്രികൻ ഭീരുവാകരുതടാ.